ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആൻ സഫാരി വ്ളോഗർ. ഇന്ന് നമ്മുടെ യാത്ര കഴക്കൂട്ടം കന്യാകുമാരി ബൈപ്പാസിലൂടെയാണ്. ഇന്ന് പതിവിന് വ്യത്യസ്തമായി സൈക്കിളിലാണ് നമ്മുടെ യാത്ര. ഇന്ന് ഈ കഴക്കൂട്ടം ബൈപ്പാസിൽ, കഴക്കൂട്ടത്തു നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന ബൈപ്പാസിൽ വലിയൊരു ബിൽഡിങ് നിർമ്മിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളാണ് ഇന്ന് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നിർമ്മാണം നടക്കുന്നത്. ആ നിർമ്മാണം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് കയറാൻ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല, പക്ഷേ പുറത്തുനിന്ന് നമുക്കത് വിഷ്വൽ കാണിക്കാൻ പറ്റും. എന്തായാലും ആ നിർമ്മാണ കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഒരു വമ്പൻ കെട്ടിടമാണ്. ഈ കാണുന്നതാണ് ആക്കുളം കായൽ. ആക്കുളം കായൽ കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വമ്പൻ കെട്ടിടം ഉള്ളത്. ആക്കുളം പാലം പിന്നിട്ടു. ആക്കുളം കായലിന് കുറുകെയാണ് ഈ പാലമുള്ളത്. പാലം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ആ ബഹുനില കെട്ടിടമുള്ളത്. ഇത് കഴക്കൂട്ടം മുതൽ കന്യാകുമാരി വരെ എത്തുന്ന ബൈപ്പാസാണ്, ഹൈവേ ആണ്. സാമാന്യം മികച്ച റോഡാണ്. പുതിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ വമ്പൻ ഇതാണ്. അതാണ് ആ കെട്ടിടം എത്തിയിരിക്കുകയാണ്. ആ വമ്പൻ ബിൽഡിങ് ഏതാണെന്നുള്ള സസ്പെൻസ് ഒഴിവാക്കുകയാണ്. ഇതാണ് ആ ബിൽഡിങ്, കൂറ്റൻ ബിൽഡിങ്. അത് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. അങ്ങനെ നമ്മൾ ആ വമ്പൻ കെട്ടിടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കുറുകെയായിട്ടൊരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങാണ് ലുലു മാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ് ഇവിടെ. നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടുക്കനായിട്ടൊരു വാക്ക് വേ. അത് ദേശീയപാതയുടെ കുറുകെയായിട്ടാണ് ഈ വാക്ക് വേ നിലനിൽക്കുന്നത്. നമ്മളെത്തിയിട്ടുള്ളത് ലുലുവിൻ്റെ ഇൻ്റർനാഷണൽ ഹൈപ്പർ മാർക്കറ്റിലാണ്. ആക്കുളം. അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2020 നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ഇതിൻ്റെ പദ്ധതി. പക്ഷേ ഈ കോവിഡ് കാരണം അത് നീണ്ടുപോകുന്നൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ കഴക്കൂട്ടത്തു നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന ദേശീയപാതയുടെ വലതു ഭാഗത്തായി, കഴക്കൂട്ടത്തു നിന്നും കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ വലതു ഭാഗത്തായിട്ട് ആക്കുളം കായലിൻ്റെ അടുത്താണ് ഈ കെട്ടിട സമുച്ചയമുള്ളത്. 12 നിലകളിലായാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 3000-ഓളം കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്ന വമ്പൻ കെട്ടിടമാണ്. അതായത് 12ഓളം മൾട്ടിപ്ലക്സുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. 200ഓളം ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, അവരുടെ ഷോപ്പുകൾ ഇതിനകത്തുണ്ടാവും. വലിയ ഒരു കൺവെൻഷൻ സെൻറ്ററും അതോടൊപ്പം തന്നെ ഹോട്ടലും ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ നാട്ടിക സ്വദേശിയായിട്ടുള്ള MA യൂസഫ് അലിയാണ് ലുലു ഇൻ്റർനാഷണലിൻ്റെ ഉടമ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ പ്രവാസി സമൂഹത്തിലെ പ്രവാസികളുടെ
ഇടയിൽ ഇടപെടുന്ന ആളാണ്. ധാരാളം പേർ, മലയാളികളായിട്ട് ധാരാളം പേർ, 27,000-ഓളം പേർക്ക് ലുലു ശൃംഖല വഴി ജോലിയുണ്ട്. വിവിധ ഇടങ്ങളെല്ലാം തന്നെ ഹൈപ്പർ മാർക്കറ്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം 200ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൈറോയിലാണ്, ഈജിപ്തിലെ കൈറോയിലാണ്. ലോകത്തിലെല്ലായിടത്തും, അതായത് സൗത്ത് ആഫ്രിക്ക, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ് തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തെല്ലാം തന്നെ ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡിന് ലുലുവിന് ധാരാളം ഹൈപ്പർ മാർക്കറ്റുകളും അത്തരത്തിലുള്ള അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ അകത്ത് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചിരുന്നു. അകത്ത് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ പക്ഷേ അതിന് അനുമതിയില്ല. സെക്യൂരിറ്റി റീസൺസ് ആണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ ബിൽഡിംഗ് പണിയുമ്പോൾ സ്വാഭാവികം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്താണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ, എന്താണ് അതിൻ്റെ അകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിനിപ്പോൾ നിവൃത്തിയില്ല. കാരണം സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് ആരെയും അകത്തേക്ക്, തൊഴിലാളികൾ ഒഴികെയുള്ള ബാക്കി ആരെയും അകത്തേക്ക് കയറ്റുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി കാണാനോ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയില്ല. നമ്മൾ സെക്യൂരിറ്റി ആളുകളോട് ചോദിച്ചു പെർമിഷൻ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ പെർമിഷൻ നൽകാൻ അവർ തയ്യാറായില്ല. ആൻ സഫാരി എന്തായാലും യാത്ര തുടരുകയാണ്. ഇനി തൃശ്ശൂരിലേക്കാണ് നമ്മുടെ യാത്ര. തൃശ്ശൂരിലെ വൈവിധ്യമാർന്ന കാഴ്ചകൾ വീണ്ടും കാണിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സൈനിങ് ഓഫ്.